ഗംഗേ ദയാൽ സാരംഗി സംഗീതം ആലപിക്കുമ്പോൾ ഒരുപാട് വേദികളിൽ ഇതേപോലെ കയ്യടി കിട്ടിയിട്ടുണ്ട്. നല്ല പേര് ദയാൽ സാരംഗി. ദയാൽ സാരംഗി. എൻ്റെ സംഗീതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ മൊയ്തു വന്ന് പറഞ്ഞു പാട്ട് വേണം, 2 പാട്ട് കമ്പോസ് ചെയ്യണം. സാധാരണഗതിയിൽ ഞാനങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പോസ് ചെയ്യാറില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ മൊയ്തു പറഞ്ഞു നിങ്ങളൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം കമ്മിറ്റ്. ഞാൻ സംഗീതത്തിൽ യഥാർത്ഥത്തിൽ എനിക്ക് സിനിമയിലെ പേരൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പടം എനിക്ക് ചെയ്യാം. എൻ്റെ പേര് ഞാൻ ദേവരാജൻ മാസ്റ്റർ, ബാബുക്ക എന്നാണ് വിളിക്കുന്നത് നമ്മളെ, ബാബുക്ക, കൃഷ്ണമൂർത്തി സ്വാമി, AR റഹ്മാൻ വരെ ട്യൂൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. സത്യമാണ്, സത്യം. എങ്ങനെ കേട്ടാ വിചാരിക്കും പെടില്ലായിരുന്നു. സത്യമാണ്. ഇപ്പോ ഇവിടെ ഉള്ള എല്ലാ സംഗീത സംവിധായകർക്കും ഞാൻ എന്റെ ട്യൂൺ അയച്ചു കൊടുക്കും. ഞങ്ങളുടെ ഭാഗ്യമാണ് സാറിനെ കാണാൻ സാധിച്ചത്. എല്ലാ ഈശ്വരന്റെ അനുഗ്രഹം ഇല്ലേ. ഞാൻ പേരൊന്നും എനിക്ക് വേണ്ട, എല്ലാവരുമായിട്ട് എനിക്ക് അടുപ്പമാണ്. പകുതി ട്യൂൺ മലയാള സിനിമയിലെ പകുതി ട്യൂൺ ഈ ദയാൽ സാരംഗി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ല. അന്യഭാഷയിലും പല പാട്ടുകളും കൊടുത്തിട്ടുണ്ട്. അന്യഭാഷയില് MGR വേണ്ടി ഞാൻ ഒരു പാട്ട്, വിശ്വനാഥൻ രാമമൂർത്തിക്ക് ഇന്നത്തെ കാലത്ത് ഞാൻ കൊടുത്ത ഒരു ട്യൂണുണ്ട്. നാനൊരു കുഴന്തൈ നീയൊരു കുഴന്തൈ ഒരുവർ മടിയിലെ ഒരുവരടി നാളൊരു മീനി പൊഴുതൊരു വണ്ണം ഒരുവർ മടിയിലെ ഒരുവരടി. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഗവേഷണമാണ്, റിസർച്ച്. ഞാൻ ഈ സിനിമാ നടന്മാര്, പൊളിറ്റിക്കൽ ഫിഗേഴ്സ്, ഇവർക്ക് ഈ ചലച്ചിത്ര ഗാന ശാഖയായിട്ടാണ് എന്താണ് ബന്ധം, അവരുടെ പേരും നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബന്ധമുണ്ടോ, ഇതിന്റെ ഒരു റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചു ബന്ധമുണ്ടോ. അങ്ങനെ നിങ്ങൾ ഏത് നടന്മാരുടെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയോ ചിലരുടെ മിക്കവാറും ഉള്ളവരുടെ അതിൻ്റെ പേരിൽ സോങ്സ് ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന മലയാള സിനിമയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ ഞാൻ പറയാം. നമ്മുടെ മലയാള സിനിമയുടെ മധു സാർ ഉണ്ടല്ലോ. മധു സാറിന്റെ പേരിൽ പാട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും. നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നിലാമൊഴി, നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. ഇത് നിങ്ങള് മധു എന്ന് പറയുമ്പോ ഇത് നമ്മുടെ കെ മധുവിനും ഇത് ആപ്ലിക്കബിൾ ആണ്. കെ മധു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. ഭാഗ്യോട് കരുതുക. ഇനി ആരോ അടുത്ത മുകേഷ് മുകേശാദിപാദം തൊഴുന്നേ കേശവ മുകേശാദിപാദം തൊഴുന്നേ. ഞാൻ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീപ്പാക്കാന്ന് വിചാരിക്കരുത്. അശോകനെ കുറിച്ച് നിങ്ങളൊരു പാട്ട് കഴിയും. അശോകൻ നമ്മുടെ ഹരികർണറല്ലേ. അശോക പൂർണിമ അനുഭൂതികൾ തൻ ജനനീയാമം. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്നൊക്കെ എനിക്കൊരു കാര്യമുണ്ട്. സിദ്ദിഖ് തില്ലാനാ തില്ലാനാ നീ സിദ്ദിഖിന്റെ തേനാ, തില്ലാനാ തില്ലാനാ നീ സിദ്ദിഖിന്റെ തേനാ. അങ്ങനെയാണെങ്കിൽ ജഗദീഷ് നമ്മുടെ കോമഡി ജഡ്ജായിട്ടൊക്കെ. ജഗദീശ്വരനൊരിക്കൽ പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കൺമ
കാത്തു മോഹൻലാൽ മലയാളത്തില് ലാലേട്ടൻ. മോഹൻലാലിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമാ മോഹൻലാലിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിവാ സ്വർണ്ണമീനിന്റെ മോഹൻലാലിന്റെ കണ്ണാളെ സംഭവം ഭയങ്കര ഉഷാറായിട്ടുണ്ട്. വേറെ ആര് വേണം? അടുത്ത മമ്മൂട്ടിയെ പറ്റി പറ. മമ്മൂട്ടി മമ്മൂട്ടി പട്ടണം കൂട്ടി കെട്ടണം വാടാ ചിങ്ക കെട്ടണം ചിങ്ക കെട്ടണം ചിങ്കാനാടാ ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളിനെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. വളരെ സന്തോഷം. വളരെ ഭാഗ്യമാണ്. നമ്മുടെ വിശ്വാസാറിന് അറിയില്ലേ? നിങ്ങൾക്കറിയില്ല. വിശ്വാസ രാമൂർത്തിലെ വിശ്വാസാറാണ് MS വിശ്വനാഥൻ. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മലയാള പാട്ട് ട്യൂൺ ചെയ്യാൻ വന്നപ്പോൾ എന്നെ വിളിച്ചു. സാറെങ്കി നീ അർജന്റായിക്ക് പാടണം. എന്നാ സാർ? പണി തീരാത്ത വീടെന്ന് പറഞ്ഞൊരു പടം. എന്നിട്ട് ഇപ്പൊ പണി തീർന്ന വീടിന്റെ എന്താ ഇത്? മൊയ്തു serious ആയിട്ട് പണി തീരാത്ത വീടെന്ന് പറഞ്ഞ സിനിമ സാറിന്റെ പടം. ഞാൻ കരുതി എന്താ നിങ്ങളെ വീടിന്റെ പണി തീർന്നില്ല. എന്റെ വീടിന്റെ പണി സാറിന്റെ സിനിമ അല്ലേ? മാധവ് സാറിന്റെ സിനിമ പണി തീരാത്ത വീട്. അതില് ഒരു ട്യൂൺ പുള്ളി തലകുത്തനെ നിന്നിട്ട് ട്യൂൺ ശരിയാവുന്നില്ല. ഞാൻ ഈ വരി ഇങ്ങോട്ട് തന്നു. ഞാനൊന്ന് നോക്കി. ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ വിശ്വാസ് സാറിനെ ഇങ്ങനെ നോക്കി. വിശ്വാസ് സാർ ഇങ്ങനെ നോക്കും, ഞാൻ ഇങ്ങനെ നോക്കും. രണ്ടൊരു സ്ട്രെയിറ്റ് കണ്ണോട് കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം നോക്കി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആ ഹാർമോണിയം എടുക്ക് സാർ, ആ ഹാർമോണിയം എടുക്ക് സാറേ. വിശ്വാസ് സാറ് എന്നെ കൈകൊണ്ടെടുത്ത് ഹാർമോണിയം ഞാൻ വരി ഇവിടെ വെച്ചിട്ടുണ്ട്. വരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്ന് മറിച്ചു. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യവാണി അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. പാട്ടിന്റെ ഇടയില് ആ നസീർ സാർ ഈ പാട്ടിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, ശരിയാണ്, സ്ത്രീ പാപിയാണ്, അങ്ങനെയൊക്കെ കുറെ ഡയലോഗ് ഉണ്ട്. അതെ 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 അതെ. പ്രപഞ്ചത്തിലേക്ക് നോക്കി നിന്നാൽ അത് പ്രതിബിംബിക്കുന്നത് കാണാം. അത് തുടരുത്, അതെടുത്തെറിയരുത്. ഇന്ദ്രനദായുധമാക്കി ഈശ്വരഭൂഷണമാക്കി മനുഷ്യരാമുത്തുക്കൾ വിലവേശി നിൽക്കുന്നു, ഇന്നും വിലവേശി നിൽക്കുന്നു. സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിട്ടോ, കേട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി എന്റെ സിനിമയിലെ പാട്ടുകൾ സാറ് തന്നെ ചെയ്യണം. ഇല്ലടാ, സന്തോഷം. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയുടെ വളർച്ചയാണ് ഫസ്റ്റ് പാട്ടിന്റെ സിറ്റുവേഷൻ. അത് വളർന്നാണ് നായകനായിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ ഒരു അതിനെ കുട്ടിക്കാലം തൊട്ട് ഗർഭാവസ്ഥ തൊട്ട് അങ്ങ് പാടും. പ്രായപൂർത്തിയാവുന്ന 20-25 വയസ്സാവുന്നത്. അപ്പൊ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ഡമ്മി ലിറിക്സ് പോലെ ഞാൻ തന്നെ ഉണ്ടാക്കും. അത് നമുക്ക് മാറ്റി ഗാനരചയിതാവിനോട്ട് മാറ്റിക്കൊള്ളാം. വളർന്നു 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 നീയൊരു മിടുക്കനാകണം, പഠിച്ചു 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 നീയൊരു മിടുക്കനാകണം, വളർന്നു 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 നീയൊരു മിടുക്കനാകണം, പഠിച്ചു പഠിച്ചു പഠിച്ച് നീയൊരു മിടുക്കനാകണം, വളർന്നു 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 നീയൊരു മിടുക്കനാകണം. പക്ഷെ ഇത് സംഭവം ഓക്കെയാണ്. പക്ഷെ ഇത് ഏതോ ഒരു പറന്നു 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 ചെല്ലാൻ അതിന്റെ എന്തോ ഒരു ഫീലിംഗ് പോലെ ഏതോ ഒരുപാട് പാട്ടുകളുടെ സാമ്യം. അത് വേറെ അല്ലേ? പറന്നു 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 പറന്നു
കാറ്റില്ലാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ സരവി സാർ മുമ്പ് പഠനം പഠിച്ച് വളർന്നു അത് വളർന്നു വളർന്നു നീ ഒരു മിടുക്കനാകണം പഠിച്ചു നീ ഒരു മിടുക്കനാകണം. ഒന്നുകൂടെ ഒരു താരാട്ടിന്റെ വേറൊരു ലൈൻ നമ്മൾ ഓമനത്തിങ്കളുടെ രാഗത്തിന്റെ സാമ്യമായിരിക്കും. അല്ല, നമുക്ക് ഓഡിയൻസ് അത് പടം കാണാൻ കയറുന്ന പ്രേക്ഷകർക്ക് ഫീലിങ്സ് ഉണ്ടാവും. ഇത് പെൻഡിങ് വെക്കാം, അടുത്ത സിറ്റുവേഷൻ. ഇതിനകത്ത് പ്രണയമുണ്ട്, നായകനും നായികയും കൂടെ പ്രേമിക്കുന്നുണ്ട്. അതായത് നമ്മളെ റബ്ബർ കാട്ടിലൂടെ ട്രെയിനിലൂടെ ഓടി നമ്മള് പടം പൂത്ത കാലമൊക്കെ ഇല്ലേ. അതായത് ആ സിറ്റുവേഷൻ ഫസ്റ്റ് അവർ നമ്മുടെ ഗ്രാമപ്രദേശത്തിലാണ്. അപ്പൊ അവിടെ നിന്ന് നായിക ഒരു റബ്ബറിൽ ചാരി നിൽക്കുന്നു. ചിന്തിക്കുന്ന സമയത്ത് നേരെ ലൊക്കേഷൻ ചേഞ്ച് ആവുകയാണ്, യൂറോപ്പ് വിദേശത്തിലൂടെ. അത് നമ്മുടെ സാധാരണ സ്ഥലത്ത് നിന്ന് ഒറ്റ ഇതിൽ അവർ നോക്കുമ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്യുന്നത് യൂറോപ്പിൽ. നമുക്ക് അത് വിദേശ രാജ്യങ്ങളിൽ എവിടെ ആയിരിക്കും ബാക്കി വണ്ടർഫുൾ ആയിക്കോട്ടെ. 1 കോടിയാണ് ബഡ്ജറ്റ് ആ പാട്ട് ഇറങ്ങുന്നുണ്ട് അല്ലേ. 1 കോടിയാണ്. യൂറോ love in Europe, Europe.